നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ കൊല്ലത്ത് UDF-ൽ സീറ്റ് തർക്കം രൂക്ഷം. RSPയുടെ പരിഹാസത്തിന് മറുപടി നൽകേണ്ടെന്ന് ലീഗിന് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം. ഇരുവിപുരം സീറ്റ് വിട്ടു നൽകില്ലെന്നതാണ് RSPയുടെ നിലപാട്. ജില്ലയിൽ മുസ്ലിം ലീഗിനെതിരെ പരസ്യ ആരോപണവുമായാണ് കഴിഞ്ഞ ദിവസം RSP കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം A അസീസ് രംഗത്തെത്തിയത്. ഇരുവിപുരം സീറ്റിൽ ലീഗിന് ദുരാഗ്രഹമാണെന്നും മത്സരിക്കാൻ പോലും ആളില്ലാത്ത നാണംകെട്ട പാർട്ടിയാണെന്നതുമായിരുന്നു പരിഹാസം. P രാമകൃഷ്ണപിള്ളയും അവിടെ 3 പ്രാവശ്യം മത്സരിച്ചു. ഒരു പ്രാവശ്യം പരാജയപ്പെട്ടു PKK ബാബായുമായിട്ട്. 2 പ്രാവശ്യം ഒരു പ്രാവശ്യം ജയിച്ചു, മന്ത്രിയായി. അതിനു മുമ്പ് ജയിച്ചിരുന്ന RS ഉണ്ണിയാണ്. RS ഉണ്ണി 4 പ്രാവശ്യം പ്രതിനിധീകരിച്ച മണ്ഡലമാണ് ഇരവിപുരം മണ്ഡലം. പിന്നെ ഇത് ലീഗിൻ്റെ മണ്ഡലമാണ് ഞങ്ങൾ മത്സരിച്ചതെന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ്? ലീഗ് ഇനി 5 സീറ്റുണ്ടായിരുന്നു. അവർക്ക് മത്സരിക്കാൻ ആളില്ല. 3 സീറ്റ് മത്സരിച്ചില്ല, 2 സീറ്റേ മത്സരിച്ചോളൂ. ആളില്ലെങ്കിൽ എന്തിന്? അങ്ങനെ ആളില്ലാത്ത ആളുകളാണ് ഇപ്പോൾ ഒരു നിയമസഭാ മണ്ഡലം ആവശ്യപ്പെടുക. മനസ്സിലായില്ലയോ? ഇത് കണ്ടുകൊണ്ടാണോ നിയമസഭാ മണ്ഡലം ചോദിക്കുന്നത്? നാണം വേണ്ടേ ഇത് ചോദിക്കാൻ? അതേസമയം അസീസിന്റെ പരിഹാസത്തിന് മറുപടി നൽകേണ്ടതില്ല എന്നതാണ് ലീഗിന്റെ തീരുമാനം. ജില്ലാ നേതാക്കളോട് പരസ്യ പ്രസ്താവന പാടില്ലെന്ന് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകി. ഇരുവിപുരം സീറ്റ് സംബന്ധിച്ച് സംസ്ഥാന UDF നേതൃത്വം ചർച്ച ചെയ്യും. എന്നാൽ സീറ്റ് വിട്ടു നൽകില്ലെന്ന നിലപാടിലാണ് RSP. പുനലൂർ സീറ്റ് വച്ചുമാറുന്ന കാര്യത്തിലും UDF-ൽ ചർച്ചയുണ്ടാകും. മുന്നണിക്കുള്ളിലെ ചേരിപ്പോര് പരസ്യമാകുന്നത് ജില്ലയിലെ UDF നേതൃത്വത്തിന് തലവേദനയായി മാറുകയാണ്. ജനം, കൊല്ലം.